എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ലൂഫി അവനാണെങ്കിൽ അവന്റെ ഡ്രീമിനെ കുറിച്ച് പറയും. അത് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും ചിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്കിത് ഇവിടെയായിട്ടോ ഇമ്പോസിബിൾ ആയിട്ടോ ഒക്കെ തന്നെ തോന്നാം. മുൻപ് ഞാനിത് ഷാങ്സിനോടും മറ്റു ചിലരോടും ഷെയർ ചെയ്തപ്പോൾ അവരും ഇങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത്. പക്ഷേ എനിക്കിതായേ പറ്റൂ. സ്വപ്നം അത് എന്ത് വില കൊടുത്തും ഞാൻ നിറവേറ്റും. അതിനാദ്യം എനിക്ക് പൈററ്റ് കിങ് ആവണം. ആ ഒരു ലാസ്റ്റ് ഐലാൻഡ് അവിടേക്ക് പോകണം. ഓൾറെഡി നമുക്ക് 3 പോണോഗ്ലിഫ് അത് കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള ഒരു പോണോഗ്ലിഫ് അതുകൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഐലാൻഡിലേക്ക് പോകാമെന്ന് പറയും. അതിന് റോബിനാണെങ്കിൽ ലൂഫിയോട് പറയും, അതത്ര എളുപ്പമല്ല. ആ 3 പോണോഗ്ലിഫ് പോലെ അവസാനത്തെ പോണോഗ്ലിഫ് അത് അത്ര എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ചുള്ള ലീഡ് അത് എവിടെ നിന്നും ആർക്കും കിട്ടില്ല. അത് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങൾ അതിന് സമയം എടുത്തേക്കാം. അതിന് ഫ്രാങ്കി ആണെങ്കിൽ സിമ്പിളായിട്ട് പറയും, നമ്മുടെ ക്യാപ്റ്റന് വേണ്ടി വില കൊടുത്തും എത്രയും പെട്ടെന്ന് നമ്മളത് കണ്ടെത്തും. കട്ട് ചെയ്താൽ ഇപ്പം നേവി ബേസ് കാണിക്കും. അവിടെയാണെങ്കിലും അവർ കാര്യമായിട്ട് സാബോ കോൾ ചെയ്യുന്നത് അങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും സാബോയുടെ ലൊക്കേഷൻ കണ്ടെത്തുക. അതുകൊണ്ട് തന്നെ അവരവരുടെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ അത് എമർജൻസി കോളാണ്, എപ്പോൾ വേണമെങ്കിലും കട്ടാവാം. സോ അവർ മാക്സിമം ട്രൈ ചെയ്ത് ആ ലൊക്കേഷൻ കണ്ടെത്താൻ നോക്കും. അങ്ങനെ കട്ട് ചെയ്താൽ നമ്മുടെ ന്യൂസ് റിപ്പോർട്ടറിനെ കാണിക്കും. ആളാണെങ്കിൽ നടന്ന ഓരോരോ ന്യൂസായിട്ട് വീണ്ടും വീണ്ടും പ്രിന്റ് ചെയ്യാണ്. പുതിയ വാർലോഡ്സ്, അതുപോലെ തന്നെ നേവി ഹാൻകോക്കിന്റെ അടുത്തേക്ക് പോയത്, അവിടെ വെച്ച് ബ്ലാക്ക് ബിയർഡുമായിട്ട് ഏറ്റുമുട്ടിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരങ്ങനെ അച്ചടിച്ചുകൊണ്ടേയിരിക്കും. സാബോ ആ കിങ്ങിനെ കൊന്നത്, വിവിയെ കാണാതായത്, അതുപോലെ തന്നെ വാർലോഡ്സിന്റെ സ്ഥാനം അത് എടുത്തു കളഞ്ഞത്, ഹോട്ട് ന്യൂസസ് അവന് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ 5 എൽഡേഴ്സിനെ കാണിക്കും. അവരെ നേവി ഓഫീസേഴ്സ് കോണ്ടാക്ട് ചെയ്ത് സാബോയുടെ ലൊക്കേഷൻ അത് പറഞ്ഞു കൊടുക്കും. ആണെങ്കിൽ എത്രയും വേഗം അവിടേക്ക് പോയി സാബോയെ പിടിച്ചു കെട്ടാനായിട്ട് നേവി സോൾജിയേഴ്സിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ആ 5 എൽഡേഴ്സ് ആണെങ്കിൽ ഇപ്പോൾ സാബോ ഒളിച്ചിരിക്കുന്ന ആ ഒരു ഐലാൻഡ് മാപ്പിൽ നോക്കുകയാണ്. ലുലൂസിയ ഐലാൻഡ്, അവിടെയാണ് ഇപ്പോൾ സാബോ ഉള്ളത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താൽ ഇവിടെ സാബോ അവനാണെങ്കിൽ ഇപ്പോഴും അവൻ്റെ ടീമിനോട് സംസാരിക്കുകയാണ്. ഐ എം സോറി, കോണ്ടാക്ട് ചെയ്യാനായിട്ട് അല്പം ലേറ്റായി പോയി. നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ലുലൂസിയ ഐലാൻഡിൽ സേഫ് ആയിട്ടുണ്ട്. നിങ്ങൾ കരുതും പോലെ ഞാനല്ല അലപ്പസ്റ്റയിലെ കിങ് കോബ്രയെ അദ്ദേഹത്തെ കൊന്നത്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സമാധാനം, പ്രത്യേകിച്ച് ഡ്രാഗണ്. പക്ഷേ നേവി ബേസിൽ വേറെ ചില ക്രീപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവനങ്ങനെ വേറെ തൊലിക്കാനായിട്ട് തുടങ്ങുകയാണ്. എല്ലാവർക്കും ഇത് കേൾക്കുമ്പോൾ ഒരുപാട് ടെൻഷൻ തോന്നും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ആ ലുലൂസിയ ഐലാൻഡ് കാണിക്കും. അവിടെ ജനങ്ങളെല്ലാവരും വളരെ കാഷ്വലായിട്ട് അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഞൊടിയിടയിൽ ക്ലൈമറ്റുകളെല്ലാം അങ്ങനെ ചേഞ്ചായി അവിടെ മുഴുവൻ മേഘാവൃതമായി മാറുകയാണ്. ആ ഒരു സ്ഥലം മുഴുവൻ ഡാർക്കായി മാറും. ഇവിടെ എന്താ സംഭവിക്കണേന്ന് അറിയാതെ അവരങ്ങനെ ചുറ്റും നോക്കും. അവിടെ മറ്റൊരു ഭാഗത്ത് ഒരു പ്രിസണിൽ ആ രാജ്യത്തിന്റെ തന്നെ കിങ്ങിനെയും ക്വീനിനെയും കാണിക്കും. കിങ് ആണെങ്കിൽ ആ രാജ്യത്തുള്ള സാധാരണ ജനങ്ങളോട് വിളിച്ചു പറയും, നിങ്ങൾക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഇപ്രകാരം ചെയ്യും. നിങ്ങളെപ്പോലെ ഞാനൊരു ലോക്കൽ സിവിലിയൻ അല്ല, ഈ രാജ്യത്തിന്റെ കിങ് ആണ്. മര്യാദയ്ക്ക് എന്നെ തുറന്നു വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും നേവി ബേസിൽ കണക്ട് ചെയ്ത് ഞാൻ ഇല്ലാതാക്കും. അതിനാൽ ജനങ്ങളാണെങ്കിൽ കിങ്ങിനോട് പറയും, സത്യത്തിൽ നിങ്ങൾ ദുഷ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ്. ഞങ്ങൾക്ക് നിങ്ങളെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്രകാരം ചെയ്യേണ്ടി വന്നത്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ യാതൊരു മാറ്റം ഉണ്ടാവാത്ത വണ്ണം നിങ്ങളുടെ തീരുമാനത്തിലും യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയും. അത് കേട്ട കിങ് ആണെങ്കിൽ കൂടുതൽ ടെൻഷനായി അവരെ അവിടെ നിന്ന് മാറിപ്പോവാനായിട്ട് പറഞ്ഞ് ഉച്ചത്തിൽ അലറുകയാണ്. കട്ട് ചെയ്താ ഇവിടെ സാബോ ആണെങ്കിൽ അന്ന് റെവറി മീറ്റിങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ആ നേവി ബേസിലെ മാൻഷനിൽ ഒരു വലിയ ത്രോണുണ്ട്. അത് ശരിക്കും ഒരുപാട് രഹസ്യങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ത്രോണാണെന്ന് പറഞ്ഞ് അവൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. അതേസമയം ആ 5 എൽഡേഴ്സ് നേവിക്കാർക്ക് നിർദ്ദേശം കൊടുക്കും. അവൻ എല്ലാ കാര്യങ്ങളും അവന്റെ ടീംമേറ്റ്സിനോട് തുറന്നു പറയാണ്. അത് മുഴുവൻ വീൽഡ് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. എത്രയും വേഗം ആ ഒരു കമ്മ്യൂണിക്കേഷൻ അത് ബ്രേക്ക് ചെയ്യണമെന്ന് പറയും. അതിനുശേഷം ലുലൂസിയ ഐലാൻഡ് അതങ്ങനെ റെഡ് കളറിൽ റൗണ്ട് ചെയ്യും. ഇവിടെ ഐലാൻഡിന്റെ മുകളിലായിട്ട് ഇപ്പോൾ ഒരുപാട് മേഘങ്ങൾ അങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ്. ഇവിടെ ആ ക്ലൗഡ്സ് എല്ലാം തന്നെ ഇപ്പോൾ പച്ച നിറത്തിൽ വലിയൊരു വെളിച്ചമായി മാറുകയാണ്. ജനങ്ങൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ വലുതെന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാവും. മറ്റൊരു ഭാഗത്ത് ഒരു ബട്ടർഫ്ലൈ പെൺകുട്ടിയെ കാണിക്കും. ഇവിടെ 5 എൽഡേഴ്സ് പറയും, ആ ലുലൂസിയ ഐലാൻഡ് അത് മാപ്പിൽ ഉണ്ടായിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും അവശേഷിക്കാനായിട്ട് പാടില്ല. ആ ഐലാൻഡ് മുഴുവൻ ഇല്ലാതാക്കണം. അവിടെയുള്ള ജനങ്ങൾ അതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ഒരുപാട് ലേസർ ബീമുകൾ ആ ഐലാൻഡിലേക്ക് വന്ന് പതിക്കുകയാണ്. ജനങ്ങളെല്ലാം ചറപറ ഓടും. എന്താ സംഭവിക്കണേന്ന് അവർക്ക് മനസ്സിലാവില്ല. സെല്ലിലുണ്ടായിരുന്ന കിങ്ങും
ക്വീനും. അവർ രണ്ടുപേരും പാനിക്കാവുന്ന അതേ സമയം ആ ലേസർ ബീമുകൾ അവരെ തകർക്കുകയാണ്. ഇവിടെ സാബോ കണക്ട് ചെയ്ത സോൾ ഡിസ്കണക്ട് ആവും. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഹലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടുന്ന് യാതൊരു റെസ്പോൺസും ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ സൗത്ത് കോസ്റ്റ് കാണിക്കും. അവിടെ ഒരു വലിയ സുനാമി തന്നെ ഇപ്പൊ ഫോം ആവുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കാണിക്കുകയാണ്. അതങ്ങനെ കടലിലൂടെ ഉഴുതു മറിഞ്ഞ് എടുത്തു ചാടി മുൻപോട്ടേക്ക് പോവാണ്. കടല് അത് വളരെ ബാഡായിട്ടാണ് ഇപ്പൊ റിയാക്ട് ചെയ്യുന്നത്. നമ്മുടെ ആൾക്കാരെല്ലാവരും കപ്പലിനെ കൺട്രോൾ ചെയ്യാനും കപ്പലിൽ പിടിച്ചു നിൽക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് സോറയെ കാണിക്കും. സോറോയ്ക്കാണെങ്കിൽ യാതൊരു കുലുക്കവും ഇല്ല. അവനങ്ങനെ ക്യാഷ്വലായിട്ട് ഇരിക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് അവന്റെ 3 സ്ക്വാഡുകളും. അത് കണ്ട് സാഞ്ചി എപ്പോഴത്തേതും പോലെ സോറോയെ കളിയാക്കും. പിന്നെ അവർ രണ്ടുപേരും 1-ന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ജിംബൈ അവൻ കപ്പൽ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഐസ്ബർഗ്സിൽ ഒന്നും തന്നെ തട്ടാതെ മുൻപോട്ടേക്ക് കുത്തിപ്പിക്കുകയാണ്. ഇനി എത്ര സമയം ഇങ്ങനെ കപ്പൽ കൺട്രോൾ ചെയ്ത് ഇതുപോലെ കൺട്രോൾ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അവൻ അറിയില്ല. പക്ഷേ ജിംബൈ അവന്റെ മാക്സിമം കൊടുത്ത് കപ്പലിനെ നിയന്ത്രിക്കും. ജിംബൈ ആണെങ്കിൽ നാമിയോട് ചോദിക്കും, നീ പറഞ്ഞ ആ ഒരു ഐലാൻഡ് അവിടേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ടോ? അവളാണെങ്കിൽ ലോക്ക് പോസ് ഒക്കെ ചെക്ക് ചെയ്യും. ഇല്ല, എനിക്ക് ഒത്തിരി ദൂരമൊന്നുമില്ല. പക്ഷേ ആ ഐലാൻഡ് ഇതുവരെ എനിക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ ആ ഐലാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ലൂപ്പ് ചെയ്ത് കളിക്കുന്നത്. അല്പം കൂടെ നമുക്ക് മുൻപോട്ടേക്ക് ട്രാവൽ ചെയ്യാം, തീർച്ചയായിട്ടും ഐലാൻഡിൽ എത്താതിരിക്കില്ല എന്ന് പറയും. അപ്പോൾ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത നമ്മുടെ റോബിൻ അവൾ ഈ കാര്യങ്ങളൊന്നും ബോധർ ചെയ്യാതെ കുറെ ബുക്സ് ഒക്കെ എടുത്തു വെച്ച് അവളങ്ങനെ ഹായ് ആയിട്ട് എന്തൊക്കെയോ വായിക്കുകയാണ്. അപ്പോഴായിരിക്കും ചോപ്പർ അവൻ വയലറ്റ് പെണ്ണ് കൊടുത്ത ആ ഒരു തൊപ്പി അതെടുത്ത് തലയിൽ വെച്ച് ഞാനും അവരെ ഹെൽപ്പ് ചെയ്യാൻ പുറത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് ക്യൂട്ടായിട്ട് കുറച്ച് ലുക്കൊക്കെ കൊടുത്ത് പുറത്തേക്ക് വരിക. അപ്പോൾ ദൂരത്തായിട്ട് ലൂഫി അവനാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു കാഴ്ച കണ്ട് ഷോക്കാവും. അതിനുശേഷം അത് നാമിക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കുകയാണ്. നാമിയോ ആ ഒരു കാഴ്ച കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. വോൾക്കാനോ പോലെ എന്തോ ഒന്ന് വെള്ളത്തിൽ അങ്ങനെ ചുറ്റപ്പെട്ട് മുകളിലേക്ക് പോവാനായിട്ട് റെഡി ആവുകയാണ്. ജിംബൈ ആണെങ്കിൽ അത് വലിയ അപകടമാണ്, എത്രയും വേഗം കപ്പൽ ടേൺ ചെയ്യണമെന്ന് പറഞ്ഞ് കപ്പൽ ടേൺ ചെയ്യാനായിട്ട് ശ്രമിക്കും. ലൂഫി ശ്രദ്ധിച്ച് അതിലേക്ക് തന്നെ നോക്കും. അപ്പോൾ ആ ഒരു വലിയ വെള്ളത്തിന്റെ ആവരണത്തിന്റെ ഉള്ളിൽ ആരുടെ ഒരു നിഴല് അത് ലൂഫി കാണും. അവൻ ആ കാര്യം നാമിയോട് പറയും. പക്ഷെ നാമിയാണെങ്കിൽ തീർത്തു പറയും അത് ലാവയാണ്, കാരണവശാലും ജീവനുള്ള ഒന്നിനും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ജിംബയോട് കപ്പല് ടേൺ ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്ത നിമിഷം ആ ഒരു വലിയ ഗോളത്തിൽ നിന്ന് സാഞ്ചിക്ക് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുകയാണ്. അവൻ ആ കാര്യം എല്ലാവരോടും പറയും. ജിംബൈ ആണെങ്കിൽ അവരോട് പറയും അത് വളരെ ഹീറ്റ് ആയിട്ടുള്ള വലിയൊരു വാട്ടറിന്റെ ബോളാണ്, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിന് സോറോ അവന്റെ കയ്യിൽ സ്ക്വാഡ് എടുത്ത് ആയിട്ട് പറയും, എന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് അത് ഞാൻ 2ആയിട്ട് വെട്ടും, അതിനുള്ളിൽ നിന്ന് ആ പെൺകുട്ടിയെ ഞാൻ പുറത്തെടുക്കും. സാഞ്ചി ആണെങ്കിൽ പ്രത്യേകം പോലെ അവൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കും, വെട്ടുന്നതൊക്കെ കൊള്ളാം, പക്ഷെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും സംഭവിക്കാൻ പാടില്ല. സോറോ അതിന് മറുപടി പറയാതെ ഇപ്പൊ അത് ലക്ഷ്യമാക്കി പോകും. ജോറോ ആണെങ്കിൽ അവന്റെ എൻമാ സ്ക്വാഡ് അതങ്ങനെ കയ്യിലെടുത്ത് ആ ഗോളത്തെ കറക്റ്റ് ആയിട്ട് 2ആയിട്ട് വെട്ടിത്തെറിപ്പിക്കും. ആ ശബ്ദം കേട്ട് ചോപ്പർ ആണെങ്കിൽ പുറത്തേക്ക് വരും. യു ഗൈസ് ആർ അൺബിലീവബിൾ. ഇതുപോലുള്ള ക്രിട്ടിക്കൽ നിമിഷങ്ങളിൽ എന്നെ വിളിക്കേണ്ടേ ചോദിച്ച് അവൻ പുറത്തേക്ക് വരേണ്ട താമസം. ശക്തിയായിട്ടുള്ള കാറ്റില് അവൻ അങ്ങനെ എയറിലൂടെ ഫ്ലൈ ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ചോപ്പർ, നിന്നോട് എത്ര തവണ പറഞ്ഞു നിന്റെ ഈ ചെറിയ സൈസ് വെച്ച് ഇതുപോലുള്ള ബാഡ് വെതറിൽ പുറത്തേക്ക് വരാൻ പാടില്ല എന്ന്, എന്നിട്ട് നീ വീണ്ടും അത് തന്നെയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവരാണെങ്കിൽ അവനെ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടെ ചോപ്പറിന് താഴെ ഇറങ്ങാൻ കഴിയാതെ കാറ്റിന്റെ ശക്തിയിൽ അങ്ങനെ പാറി പറന്ന് നടക്കുകയാണ്. ലൂഫിയാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വിധത്തില് ചോപ്പറിന് ഒരു കാല് പിടിക്കും. പക്ഷെ എന്താ, അവൻ കപ്പലിൽ പിടിക്കാൻ വിട്ടുപോയതുകൊണ്ട് തന്നെ ഇപ്പൊ ലൂഫി അവനോടൊപ്പം ഫ്ലൈ ചെയ്യാണ്. സോറോ ആണെങ്കിൽ ആ ഒരു ഗോളത്തിൽ വെട്ടിയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പെൺകുട്ടി അവൾ പുറത്തേക്ക് തെറിച്ചു വീഴും. അത് മറ്റാരുമല്ല, സാക്ഷാത് ജ്വല്ലറി ബോണി. ആണെങ്കിൽ അവിടെ നടക്കുന്ന കാഴ്ചയൊക്കെ കണ്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി അവനാണെങ്കിൽ ജ്വല്ലറി ബോണി അവളെയും അവന്റെ മറ്റൊരു കൈ കൊണ്ട് ലോക്ക് ചെയ്ത് പിടിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ആ പെൺകുട്ടിയെ സേവ് ചെയ്തിരിക്കുകയാണ്. അവള് ഷോക്കായിട്ട് ചുറ്റും നോക്കും, ഒരു മോൺസ്റ്റർ അതെവിടെ? ലൂഫി ആണെങ്കിൽ ഏത് മോൺസ്റ്റർ ആണെന്ന് ചോദിക്കും. അതിനവള് താഴേക്ക് കൈ ചൂണ്ടി കാണിക്കുകയാണ്. എല്ലാ വയസ്സോടു കൂടെ താഴേക്ക് നോക്കും. വലിയൊരു സീ മോൺസ്റ്റർ അതങ്ങനെ മുകളിലേക്ക് വരികയാണ്. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാർ ആയുധങ്ങളൊക്കെ എടുത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് കാണിക്കും. വലിയൊരു ഷാർക്കിന്റെ വായിലായിരിക്കും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ കപ്പൽ ഉണ്ടാവുക. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.